എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പ്രീണന രാഷ്ട്രീയത്തിന്റെ കട അടപ്പിച്ചതായും അമിത് ഷാ പറഞ്ഞു. അതേസമയം രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അടിയന്തരാവസ്ഥക്കാലത്ത് പാട്ടുകൾ നിരോധിച്ച കോൺഗ്രസാണ് ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ചീപ്പ് പബ്ലിസിറ്റിക്കായി ഭരണഘടന ഉയർത്തിക്കാട്ടുകയാണ്. ഭരണഘടന കയ്യിൽ പിടിച്ച് കോൺഗ്രസ് കള്ളം പറയുന്നതായും അമിത് ഷാ വിമർശിച്ചു. संशोधन हुआ 18 जून 1951 में संविधान सभा ने ही ये संशोधन करना पड़ा, क्योंकि संविधान बनाने के बाद, संविधान स्वीकारने के बाद आम चुनाव में जाने तक का भी धैर्य कांग्रेस पार्टी में नहीं था। अभी लोकसभा नहीं बनी थी, अभी राज्यसभा नहीं बनी थी और संशोधन लेकर आए। अब उसका उद्देश्य क्या था? 19A जोड़ा गया। 19A जोड़ा गया, वो किस लिए जोड़ा गया? अभिव्यक्ति की आजादी पर स्वतंत्रता को, अभिव्यक्ति की आजादी, अभिव्यक्ति की स्वतंत्रता को कर्टेल करने के लिए पहला सुधार आया। और किसने किया? मान्यवर उस वक्त प्रधानमंत्री कौन था? श्रीमान जवाहरलाल नेहरू उस वक्त प्रधानमंत्री। വാർത്തയുടെ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, 2 ദിവസമായി രാജ്യസഭയിൽ നടക്കുന്ന ഭരണഘടനാ ചർച്ച ഉപസംഹരിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിൽ പ്രസംഗിച്ചത്. വളരെ കൃത്യമായി കോൺഗ്രസിനെ അടിയന്തരാവസ്ഥയുടെ പേരിൽ കടന്നാക്രമിക്കുകയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു അമിത്ഷായുടേത്. വിവരങ്ങൾ. നീലിമ, ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ മറുപടി നൽകിയത്. അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നതിനൊപ്പം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇനിയും നടപ്പാക്കാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം അടിവരയിട്ട് പറയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗം. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നടത്തിയ പരാമർശമാണ്. ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയതിനെപ്പറ്റി പരാമർശിച്ച അമിത്ഷാ മറ്റൊരു നിർണായകമായ പ്രഖ്യാപനം നടത്തിയത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡ് മാതൃകയിലുള്ള ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന പ്രഖ്യാപനം രാജ്യസഭയിൽ നടത്തി. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കശ്മീരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം VD സവർക്കറിനെ തുടർച്ചയായി പരിഹസിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ മറുപടി നൽകുന്നു. VD സവർക്കറിനെ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വം എന്നാണ് അമിത്ഷാ ഇന്നിപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സംഭാവനകളെപ്പറ്റി കോൺഗ്രസിന് ഒരു ബോധ്യവുമില്ല. അങ്ങനെ ചരിത്രത്തെപ്പറ്റി ഒന്നും അറിയാത്ത കോൺഗ്രസ് VD സവർക്കറിൻ്റെ സംഭാവനകളെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് അമിത്ഷാ വിമർശിച്ചത്. അതോടൊപ്പം തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ ചരിത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1975 മുതൽ 77 വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്ത് പാട്ടും സിനിമകളും കവിതയും പോലും നിരോധിച്ച കോൺഗ്രസ് ആണ് ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ ഭരണഘടനയെപ്പറ്റി വാചാലമാകുന്നത് എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹം പരിഹസിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ജയിലിലടച്ച പല ആളുകളുടെയും പാർട്ടികൾ ഇപ്പോൾ അതേ കോൺഗ്രസിനൊപ്പമാണ് ഉള്ളത് എന്ന് ഇന്ത്യ മുന്നണിയിലെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ പല പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് അമിത്ഷാ വ്യക്തമാക്കി. എന്തായാലും ലോക്സഭയിലും അതിനുശേഷം രാജ്യസഭയിലും ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. ആ ചർച്ച 2 സഭകളിൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണം ചെയ്യുന്നതായി ഈ 2 സഭകളിലും നടന്ന ചർച്ച എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. അതായത് അടിയന്തരാവസ്ഥയുടെ ചരിത്രം കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തി ലോക്സഭയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്നിപ്പോൾ രാജ്യസഭയിൽ എത്തുമ്പോൾ ഒരിക്കൽ കൂടി അടിയന്തരാവസ്ഥയുടെ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് നടപ്പാക്കിയ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി രാജ്യത്ത് ചർച്ചയ്ക്ക് വഴിവെച്ചു. നീലിമ, ശരി.